ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ മക്കൾക്ക് കുറച്ചുകൂടെ ഉപകാരപ്രദവും സുഖപ്രദവും ആവാൻ വേണ്ടിയിട്ട് പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നമ്മളിപ്പോൾ ഓൺലൈൻ ട്യൂഷൻ ആരംഭിച്ചിട്ടുണ്ട്. 1 മുതൽ 6 വരെയുള്ള മക്കൾക്കാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. അപ്പോൾ മക്കളെ, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ മക്കളുടെ ഗണിതത്തിലെ 1ാമത്തെ പാഠമാണ്. തിത്തിരിക്കിളിയും ചങ്ങാതിമാരും എന്നുള്ള പാഠാണ് കേട്ടോ. അപ്പൊ പാഠം തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ 2 കുട്ടികളെ കാണാം, അതുപോലെ ഒരു വീട് കാണാം. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ആ ചിത്രത്തിലുണ്ട്? പശുവും കിടാവും ഉണ്ട് അല്ലെ. അതുപോലെ നായയും അതിന്റെ കുഞ്ഞുങ്ങളും ഉണ്ട്, കോഴിയും കോഴി കുഞ്ഞുങ്ങളും ഉണ്ട്, താറാവും താറാവിന്റെ കുഞ്ഞുങ്ങളും ഉണ്ട്. അങ്ങനെ അതുപോലെ മുകളിലൊരു തത്ത പാറുന്നുണ്ട് അല്ലേ. കണ്ടോ, ഒരു തത്തയും അതിന്റെ കൂടും ഒക്കെ ഉണ്ട് മരച്ചില്ലയിലും. അപ്പൊ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു കാക്കയുടെ ചിത്രം കണ്ടോ. കാക്ക ആർക്കോ ഒരാൾക്ക് ഫോൺ ചെയ്യുകയാണ് അല്ലേ. ഫോണിലൂടെ പറയുന്നുണ്ട്, ഹലോ കൂട്ടുകാരെ കൂടി വിളിച്ചോളൂ എന്ന്. അപ്പോ മിക്കവാറും കാക്കയുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയായിരിക്കും ചെയ്യുന്നത്. നോക്കിക്കേ, കാ കാ കാ. പുറത്ത് കാക്കകളുടെ ബഹളം. ഇമയും അമലും പുറത്തിറങ്ങി നോക്കി. കാക്കകളെ പേടിച്ച് മരപ്പൊത്തിൽ പതുങ്ങിയിരിക്കുകയാണ് കിളിക്കുഞ്ഞ്. അപ്പോ നമ്മൾ ആദ്യം കണ്ട കുട്ടികളുടെ പേരെന്താണ്? പെൺകുട്ടി ഇമ, ആൺകുട്ടിയോ അമൽ. ഒരുപാട് കാക്കകൾ അവിടെ കൂടി നിൽക്കുന്നത് കണ്ടോ മക്കളെ. ആ മരപ്പൊത്തില് ഒരു കിളിക്കുഞ്ഞുണ്ട്. അപ്പൊ ഒരുപക്ഷെ അവര് ഈ കിളിക്കുഞ്ഞിനെ എടുക്കാനായിട്ടായിരിക്കും വരുന്നത്. അമല് പറയുന്നത് നോക്കൂ, അതാ മരപ്പൊത്തിൽ ഒരു കിളി. ഇമ പറയുന്നു, നമുക്കതിനെ അമ്മ കിളിയുടെ അടുത്ത് എത്തിക്കാം. കാക്കയും പൂച്ചയും ഒന്നും പിടിക്കാതെ നോക്കണം എന്ന് അമല് പറയുന്നു. അതെ, ശരിയാ. ഇമയും അത് സമ്മതിച്ചു. ഇവൾക്കൊരു പേര് വേണ്ടേ? അമല് ചോദിക്കുകയാണ്. എന്താണ്? ആ കിളിക്കുഞ്ഞിനെ എടുത്തിട്ട് ഇവൾക്കൊരു പേര് വേണ്ടേന്ന്. അപ്പോ ഇമ എന്ത് പറയുന്നു? തിത്തിരി എന്ന് വിളിക്കാം. അപ്പൊ നമ്മുടെ പാഠത്തിന്റെ തലക്കെട്ട് തിത്തിരിക്കിളി. ആ തിത്തിരിക്കിളിയാണ് ആയിരിക്കുന്ന കുഞ്ഞിക്കിളി. മനസ്സിലായോ? കിളിക്കുഞ്ഞിനെ പിടിക്കാൻ ലാലിപ്പൂച്ച പമ്മി എത്തി. അപ്പോ തിത്തിരിക്കിളിയെ അവര് വീട്ടിലേക്ക് കൊണ്ടുപോയി, വീടിനകത്ത് കൊണ്ടുപോയി വച്ചു അല്ലേ. അപ്പോഴോ കിളിക്കുഞ്ഞിനെ പിടിക്കാനായിട്ട് ലാലിപ്പൂച്ച പമ്മി വരുന്നത് അവിടെ ചിത്രത്തിൽ കണ്ടോ. അപ്പോ ലാലിപ്പൂച്ച വരുന്നത് കണ്ടപ്പോ എന്തായിരിക്കും? തിത്തിരിക്കിളി വേറെ അങ്ങോട്ടെങ്കിലും അവിടെ നിന്ന് സ്ഥലം മാറിയിട്ടുണ്ടായിരിക്കും അല്ലെ. അവിടെ തന്നെ പൂച്ച പിടിക്കാൻ വരുന്നത് നോക്കുമ്പോൾ കാണുന്ന സമയത്ത് അവിടെ തന്നെ നിൽക്കില്ലല്ലോ കിളികള്. അവര് പറന്നു പോവും അല്ലെ. പൂച്ചയെ ഓടിക്കാൻ അമൽ വടിയുമായി എത്തി. പോ പൂച്ചേ. അയ്യോ, തിത്തിരിക്കിളിയെ കാണുന്നില്ലല്ലോ. ആരാണ്? ഇമ പറയാണ്, അയ്യോ തിത്തിരിയെ കാണുന്നില്ല. അവർ തിത്തിരിയെ തേടി നടന്നു. ആദ്യം അവരെവിടെയാ നോക്കിയത്? അലമാരയുടെ മുകളിൽ അല്ലെ. അലമാരയുടെ മുകളിൽ ഇല്ല. നോക്കിക്കേ, അമൽ എവിടെയാ നോക്കുന്നത്? അലമാരയുടെ മുകളിലാണ് നോക്കുന്നത്. മുകളിൽ കണ്ടോ, അലമാരയുടെ മുകളിൽ ഇല്ല. പിന്നെയോ ഇമ അപ്പോൾ കട്ടിലിന്റെ താഴെ നോക്കുന്നു. കട്ടിലിന്റെ മുകളിൽ ഇല്ല എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. കട്ടിലിന്റെ താഴെയുണ്ടോ എന്ന് നോക്കുന്നു. കട്ടിലിന്റെ താഴെയും തിത്തിരിക്കിളി ഇല്ല. അടുത്തതായി അവരെവിടെയാ നോക്കുന്നത്? സോഫയുടെ മുന്നിലും പിന്നിലും നോക്കി. സോഫയുടെ മുന്നിലും ഇല്ല, സോഫയുടെ പിന്നിലും ഇല്ല. പിന്നെയോ പുറത്ത് എവിടെയും കാണുന്നില്ല. പുറത്ത് ഇല്ല, വീടിന് പുറത്ത് ഇല്ല. കളിവീടിന്റെ അകത്ത് നോക്കൂ. വീടിന്റെ അകത്ത്, അവരുടെ കളിക്കുന്ന വീടിന്റെ അകത്ത് നോക്കാൻ പറഞ്ഞു. അപ്പൊ വീടിന് പുറത്ത് എവിടെയില്ല. അപ്പോ അകത്ത്, അവരുടെ വീടിനകത്ത് ഒരു കളിവീടുണ്ട്. ആ കളിവീടിന്റെ അകത്ത് കയറി നോക്കാനായിട്ട് പറഞ്ഞു. കിട്ടിപ്പോയി, വീടിന്റെ അകത്തുണ്ട്. അപ്പൊ തിത്തിരി എവിടെയാ ഒളിച്ചിരിക്കുന്നത്? കളിവീടിന്റെ അകത്ത്. അമലും ഇമയും തിത്തിരിയെ കണ്ടുപിടിച്ചപ്പോ തിത്തിരി അവരോട് എന്ത് പറയുന്നു? എനിക്ക് അമ്മയെ കാണണം എന്ന് പറയുന്നു. അപ്പൊ ഇമക്കുട്ടി പറയുന്നു, പേടിക്കേണ്ട, നമുക്ക് അമ്മയെ കണ്ടുപിടിക്കാം. തിത്തിരിയുടെ അമ്മയെ കണ്ടുപിടിക്കാൻ ഇനി നമുക്കും കൂടെ സഹായിച്ചാലോ മക്കളെ? ആദ്യം തിത്തിരി പൂച്ചയുടെ അടുത്തേക്കാണ് പോയത്. നമ്മുടെ ലാലിപ്പൂച്ചയെ ഓർക്കുന്നില്ലേ? ലാലിപ്പൂച്ചയുടെ അടുത്തേക്കാണ് പോയത്. നിങ്ങൾ എൻ്റെ അമ്മയാണോ? തിത്തിരി പൂച്ചയോട് ചോദിച്ചു. പൂച്ച ആ കിളിയുടെ അമ്മയാണോ മക്കളെ? അല്ല അല്ലേ. നോക്കിക്കേ, എനിക്ക് 2 മക്കൾ. നിന്നെ പോലെ അല്ലല്ലോ. പൂച്ചയ്ക്ക് 2 മക്കളുണ്ട്. തിത്തിരിക്കിളിയെ പോലെയാണോ പൂച്ച കുഞ്ഞുങ്ങൾ? അല്ല. അപ്പൊ 2 കണ്ടോ മക്കളെ, 2 എന്ന് എങ്ങനെ എഴുതും? ആദ്യത്തേത് 1 തിത്തിരിക്കിളി ഒന്നായിരുന്നു, ഒരു ഇലയുള്ളായിരുന്നു. പിന്നെ അടുത്തത്
രണ്ട്. ഓക്കെ, രണ്ട്. അടുത്തതായി അവർ പശുവിന്റെ അടുത്താണ് എത്തിയത്. നിങ്ങളാണോ എന്റെ അമ്മ എന്ന് തിത്തിരിക്കിളി ചോദിക്കുന്നു. അപ്പൊ പശു എന്ത് പറയുന്നു? എനിക്ക് ഒരു കുഞ്ഞേ ഉള്ളൂ. പശുവിന് ആകെ ഒരു കുഞ്ഞുള്ളൂ. ആ കുഞ്ഞ് പശുവിന്റെ അടുത്തുണ്ട്. അതും തിത്തിരിക്കിളിയെ പോലെ അല്ല. അപ്പോ ആദ്യത്തെ സംഖ്യ ഏതാണ് മക്കളെ? 1. നമ്മൾ നേരത്തെ 2 പഠിച്ചു. പിന്നെ ഉള്ളത് 1. ഇനി അവർ വീണ്ടും തിരഞ്ഞു നടന്നപ്പോൾ വഴിയിൽ പട്ടിയും കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അവരോടും തിത്തിരിക്കിളി ചോദിച്ചു, നിങ്ങൾ എന്റെ അമ്മയാണോ? അപ്പൊ പട്ടി എന്ത് പറയുന്നു? എനിക്ക് 5 മക്കൾ. നോക്കൂ, നിന്നെ പോലെയാണോ? പട്ടിക്ക് 5 പട്ടിക്കുട്ടികളുണ്ട്. കണ്ടോ, അതിന്റെ ചുറ്റും 5 ചെറിയ കുഞ്ഞുങ്ങളുണ്ട്. അതും തിത്തിരിക്കിളിയെ പോലെ അല്ല, അല്ലേ? അപ്പൊ 5 എന്നിങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കിക്കേ മക്കളെ. 5. അടുത്തതായി അവർ പോയത് കോഴിയമ്മയുടെ അടുത്തേക്കാണ്. അവർ കോഴിയമ്മയുടെ കുടുംബത്തെയും കണ്ടു. ഇത് നിന്റെ കുഞ്ഞാണോ എന്ന് ഇമ അവരോട് ചോദിച്ചു. എനിക്ക് 4 പേർ. ഈ കുഞ്ഞിനെ പോലെയല്ല എന്റെ മക്കൾ. കണ്ടോ, കോഴിക്കുഞ്ഞുങ്ങളും തിത്തിരിക്കിളിയെ പോലെ അല്ല, അല്ലേ കാണാനുള്ളത്? കോഴിക്ക് 4 കുഞ്ഞുങ്ങളാണുള്ളത്. 4 എന്ന് എഴുതിയിരിക്കുന്നത് നോക്കിക്കേ. 4 എന്ന് എങ്ങനെയാ എഴുതാം? ഇങ്ങനെയാണ് എഴുതുക, 4. അടുത്തതായി അവർ കാക്കക്കൂടിനടുത്തെത്തി. എന്നിട്ട് കാക്കയോട് ചോദിച്ചു, ഈ കുഞ്ഞ് നിന്റേതാണോ? കാക്ക എന്ത് പറഞ്ഞു? എന്റെ 3 മുട്ടകൾ വിരിഞ്ഞിട്ടില്ല. അപ്പൊ കാക്കയ്ക്ക് 3 മുട്ടകൾ ഇട്ടിട്ടുണ്ട്, കുഞ്ഞുങ്ങളായിട്ടില്ല. 3 മുട്ടകൾ വിരിഞ്ഞിട്ടില്ല. അപ്പൊ 3 എന്നെങ്ങനെ എഴുതിയിരിക്കുന്നത് കണ്ടോ? അപ്പൊ നമ്മൾ ഏതൊക്കെ സംഖ്യകൾ പഠിച്ചു? 2 ആദ്യം പഠിച്ചു, 1 പഠിച്ചു, 5 പഠിച്ചു, 4 പഠിച്ചു, 3 പഠിച്ചു. നമുക്കവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ചിത്രത്തിൽ ആരൊക്കെയാണുള്ളത്? ഓരോന്നും എണ്ണി നോക്കൂ. ആദ്യത്തേത് പശുവിന്റെ ഒരു കുഞ്ഞാണ്. അത് 1 അല്ലേ? 1. രണ്ടാമത്തേതോ? 4 താറാവിന്റെ കുഞ്ഞുങ്ങളുണ്ട്. എത്രയുണ്ട്? 1, 2, 3, 4. 4 കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ എത്ര പട്ടിക്കുഞ്ഞുങ്ങളുണ്ട്? എണ്ണി നോക്കൂ. 1, 2, 3, 4, 5. 5 പട്ടിക്കുഞ്ഞുങ്ങളുണ്ട്. എത്ര പൂച്ചക്കുഞ്ഞുങ്ങളുണ്ട്? 1, 2. 2 പൂച്ചക്കുഞ്ഞുങ്ങൾ. കാക്ക കുഞ്ഞുങ്ങൾ എത്രയുണ്ട്? 1, 2, 3. 3 കാക്ക കുഞ്ഞുങ്ങളും ഉണ്ട്. നമ്മൾ പഠിച്ച സംഖ്യകൾ നമുക്കിവിടെ എഴുതി നോക്കാം. 1, 2, 3, 4, 5. ഒന്നുകൂടെ വായിച്ചേ. 1, 2, 3, 4, 5 എന്നീ 5 സംഖ്യകൾ നമ്മൾ പഠിച്ചു. ഇനി തിത്തിരിക്കിളിയുടെ അമ്മയെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഇമയും അമലും കൂടെ തിത്തിരിക്ക് ഒരു ചിത്രപുസ്തകം കാണിച്ചു കൊടുത്തു. കണ്ടോ, ഇമ ഒരു കല്ലിൽ ഇരിക്കുന്നുണ്ട്, അമൽ അവിടെ നിൽക്കുന്നുണ്ട്. ഇമയുടെ കയ്യിലാണ് തിത്തിരിക്കിളി ഉള്ളത്. അവരൊരു ചിത്രപുസ്തകം കാണുകയാണ്, അല്ലേ? അപ്പൊ നമുക്ക് ആ ചിത്രപുസ്തകത്തിൽ കണ്ട കാര്യങ്ങൾ ഒരു പാട്ടായിട്ട് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. പാടി നോക്കിയാലോ? ഒന്നാം താളിൽ എന്തുണ്ട്? ഒന്നാം താളിൽ ഒരു പൂച്ച, 1 1 1. ഒന്നാം താളിൽ എന്തുണ്ട്? ഒന്നാം താളിൽ ഒരു പൂച്ച, 1 1 1. രണ്ടാം താളിൽ എന്തുണ്ട്? രണ്ടാം താളിൽ 2 കിളി, 2 2 2. രണ്ടാം താളിൽ എന്തുണ്ട്? രണ്ടാം താളിൽ 2 കിളി, 2 2 2. മൂന്നാം താളിൽ എന്തുണ്ട്? മൂന്നാം താളിൽ 3 തത്ത, 3 3 3. മൂന്നാം താളിൽ എന്തുണ്ട്? മൂന്നാം താളിൽ 3 തത്ത, 3 3 3. നാലാം താളിൽ എന്തുണ്ട്? നാലാം താളിൽ 4 മൂങ്ങ, 4 4 4. നാലാം താളിൽ എന്തുണ്ട്? നാലാം താളിൽ 4 മൂങ്ങ, 4 4 4. അഞ്ചാം താളിൽ എന്തുണ്ട്? അഞ്ചാം താളിൽ 5 മാങ്ങ, 5 5 5. അഞ്ചാം താളിൽ എന്തുണ്ട്? അഞ്ചാം താളിൽ 5 മാങ്ങ, 5 5 5. എന്തൊക്കെയാ കണ്ടത്? ഒന്നാം താളിൽ ഒരു പൂച്ച, രണ്ടാം താളിൽ 2 കിളി, മൂന്നാം താളിൽ 3 തത്ത, നാലാം താളിൽ 4 മൂങ്ങ, അഞ്ചാം താളിൽ 5 മാങ്ങ. ഇനി താഴെ നമുക്ക് ചെയ്യാനായിട്ടൊരു പ്രവർത്തനം തന്നിട്ടുണ്ട്. എന്താണ് പ്രവർത്തനം? വിരൽ ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വിരൽ ഉപയോഗിച്ച് വരയ്ക്കാവുന്ന ചിത്രങ്ങളാണ് കേട്ടോ. വിരൽ ചായത്തിൽ മുക്കി പതിപ്പിച്ച് ചിത്രങ്ങൾ ഉണ്ടാക്കൂ. ചായത്തിൽ എന്ന് വെച്ചാൽ, ചായം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കളറില്ലേ, കളറിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ കളറിൽ മുക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അത് പേപ്പറിൽ പതിപ്പിക്കുക. എന്നിട്ട് അതിന് കൈയും കാലും ചുണ്ടും തൂവലും ഒക്കെ വരച്ചിട്ട് എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചിത്രം അതാക്കി മാറ്റുക. അപ്പോൾ ഒരെണ്ണം നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്.
നമ്മുടെ വിരൽ മുക്കി കടലാസിൽ പതിപ്പിച്ച് അതിന് ചിറകും കണ്ണും ചുണ്ടും കാലും ഒക്കെ കൊടുത്തപ്പോൾ എന്തായിട്ടുണ്ട്? ഒരു ചെറിയ കോഴിക്കുഞ്ഞായിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒരു കോഴിക്കുഞ്ഞിനെ അവിടെ വരച്ചിട്ടുണ്ട്. എത്ര കോഴിയുണ്ട്? 1. കണ്ടോ? ഇനി അടുത്തതായി നമ്മോട് 4 എന്തെങ്കിലും ചിത്രങ്ങളാണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ, ഞാനിവിടെ വരയ്ക്കുന്നുണ്ട്. വിരൽ ഇതുപോലെ നിങ്ങൾ ചായത്തിൽ മുക്കിയിട്ട് എന്ത് ചെയ്യുക? അതിന് കാലും കൈയും ചുണ്ടൊക്കെ വരച്ചു കൊടുത്താൽ എന്താ നോക്കിക്കേ, ഒരു താറാവായി മാറിയല്ലേ? അപ്പൊ എത്ര താറാവിനെ പറഞ്ഞിട്ടുണ്ട്? 1, 2, 3, 4. 4 താറാവ് കുഞ്ഞുങ്ങളെ വരച്ചിട്ടുണ്ട്. അടുത്തതായി ഞാനൊരു ആമയെയാണ് വരയ്ക്കുന്നത്. വിരൽ മുക്കി ആമയുടെ കാലും തലയും ഒക്കെ കൂട്ടിച്ചേർക്കുന്നു. അപ്പൊ എന്താവുന്നു? ആമയായി. എത്ര എണ്ണം വരക്കാൻ പറഞ്ഞിട്ടുണ്ട് മക്കളെ? അവിടെ താഴെ സംഖ്യ എഴുതിയിട്ടുണ്ട്. എത്രയാ വായിക്കാം? 5. അപ്പൊ 5 ആമകളെ വരയ്ക്കണം. 1, 2, 3, 4, 5. 5 ആമ കുഞ്ഞുങ്ങളില്ലേ? അടുത്തതായി 2 2 വരയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ, ഞാനൊരു ഒരു വിരയെയാണ് വരയ്ക്കുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള ഒരു ബാക്ടീരിയയാണ് വരയ്ക്കുന്നത്. 1, 2. അടുത്തതായിട്ടോ ഞാൻ നല്ല മനോഹരമായിട്ടുള്ള ഒരു പൂവ് വരച്ചു കൊടുത്തിട്ടുണ്ട് വിരൽ ഉപയോഗിച്ച് തന്നെ. എത്ര എണ്ണം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മോട്? 3 ആണല്ലേ വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ള സംഖ്യ. 1, 2, 3. 3 പൂക്കൾ വരച്ചു കൊടുക്കാം. അടുത്ത പ്രവർത്തനം എന്താ മക്കളെ? നോക്കൂ, പറയൂ. ചിത്രം നോക്കി എന്തൊക്കെ കാര്യങ്ങൾ പറയാം? 2 കാര്യങ്ങൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ഇമ പറയുന്നു. നോക്കൂ, ഇമ പറയുന്നു, കോഴികളുടെ കൂട്ടത്തിൽ ഒരു വലിയ കോഴിയുണ്ട് അല്ലെ? കോഴികളുടെ കൂട്ടത്തിൽ ഒരു വലിയ കോഴിയുണ്ട്. അമൽ പറയുന്നതോ, താറാവിൻ കൂട്ടത്തിൽ 2 വലിയ താറാവുകളുണ്ട്. 2 വലിയ താറാവുകളുണ്ട്. ഇനി എന്ത് പറയാം? കോഴികളുടെ കൂട്ടത്തിൽ 4 കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ഇല്ലേ? കോഴികളുടെ കൂട്ടത്തിൽ 4 കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. അതുപോലെ താറാവിൻ കൂട്ടത്തിൽ 5 താറാവിന്റെ കുഞ്ഞുങ്ങളുണ്ട്. 5 കുഞ്ഞു താറാവുകളുണ്ട്. താറാവിന്റെ കൂട്ടത്തിൽ 5 കുഞ്ഞു താറാവുകളുണ്ട്. പിന്നെയോ 3 പൂമ്പാറ്റകൾ പാറുന്നുണ്ട് അല്ലെ? പൂന്തോട്ടത്തിൽ 3 പൂമ്പാറ്റകൾ പാറുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നിന്ന് പറയാവുന്ന കാര്യങ്ങളാണ്. കൂട്ടം കൂട്ടിയാൽ. ചിത്രം നോക്കൂ, പറയൂ, എഴുതൂ. അമ്മ താറാവിന്റെ മുന്നിൽ എത്ര കുഞ്ഞുണ്ട്? അമ്മ താറാവിന്റെ മുന്നിൽ 2 കുഞ്ഞുണ്ട്. പിന്നിൽ എത്രയാ? 3 കുഞ്ഞുണ്ട്. അപ്പൊ 2ഉം 3ഉം ആകെ എത്രയായി? 5 ആയി. 2 കുഞ്ഞ് ഒപ്പം നടന്നെത്തി. 1 പിന്നിലായി. അപ്പോഴോ മുന്നിൽ 2 കുഞ്ഞ്, അമ്മ താറാവിന്റെ ഒപ്പം 2 കുഞ്ഞ്, പിന്നിൽ 1 കുഞ്ഞ്. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്? മുന്നിലെ 2ഉം ഒപ്പമുള്ള 2ഉം പിന്നിലെ 1ഉം കൂട്ടിയാൽ 5. ഇനി അമ്മത്താറാവിന്റെ ഒപ്പം നടന്ന 2 കുഞ്ഞ് മുന്നിലെത്തി. അപ്പൊ മുന്നിൽ ആദ്യമുള്ള 2ഉം ഇപ്പൊ മുന്നിലെത്തിയ 2ഉം കൂട്ടി എത്രയാണ്? 4 കുഞ്ഞ്, പിന്നിൽ 1 കുഞ്ഞ്. 4ഉം 1ഉം ചേർന്നാൽ 5. അവിടെ നിന്നും അമലും ഇമയും തിത്തിരിയും എങ്ങോട്ടാ പോയത്? അമലും ഇമയും തിത്തിരിയും പൂന്തോട്ടത്തിലേക്ക് നടന്നു. പൂന്തോട്ടം അവിടെ കാണാനാവുന്നില്ലേ മക്കളെ? മനോഹരമായ പൂക്കൾ ഉണ്ടല്ലേ? ഇനി നമ്മോട് എന്താ പറഞ്ഞിട്ടുള്ളത്? എണ്ണാം, എഴുതാം. ഇവിടെ ഓരോ പൂക്കളും എത്ര എണ്ണം വീതമുണ്ടെന്ന് നിങ്ങൾ ആ ചിത്രം നോക്കി എണ്ണിയിട്ട് എഴുതണം. ആദ്യത്തേത് നോക്കൂ, ഒരു നീല നിറത്തിലുള്ള പൂവാണ് അല്ലേ? കണ്ടോ മക്കളെ? ചിത്രത്തിൽ നിങ്ങൾക്ക് ആ പൂവ് കാണാനാവുന്നുണ്ട് അല്ലേ? എത്ര എണ്ണം ഉണ്ട് ആ പൂവ്? 1, 2, 3, 4. 4 നീല നിറത്തിലുള്ള പൂക്കളാണ് ഉള്ളത്. അപ്പൊ അവിടെ നമുക്ക് 4 എന്നെഴുതാം. ഇനി അടുത്തത് വെള്ള നിറത്തിലുള്ള ഈ താമരയാണ് അല്ലേ? ആമ്പലാണ്. അപ്പൊ അത് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കൂ. ആമ്പൽ എവിടെ ഉണ്ടായിരിക്കുക? കുളത്തിലായിരിക്കും. അപ്പൊ കുളത്തില് ആ പൂക്കൾ എത്ര എണ്ണം ഉണ്ട്? എണ്ണി നോക്കൂ മക്കളെ. 1, 2, 3, 4, 5. 5 ആമ്പൽ പൂക്കളുണ്ട്. അടുത്തത് ചെമ്പരത്തിയാണ്. എത്ര ചെമ്പരത്തി പൂക്കളുണ്ട് മക്കളെ? 1 ഉള്ളൂ അല്ലേ? ഒരെണ്ണമേ ഉള്ളൂ. അപ്പോ 1 എന്നെഴുതാം. അടുത്തത് ദാ ഈ ചുവപ്പ് നിറത്തിലുള്ള പൂവാണ്. ചുവപ്പ് നിറത്തിലുള്ള പൂവ് എത്ര എണ്ണമുണ്ട്? ഈ ചെടിയിൽ എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കാം. 1, 2. 2 എണ്ണം മാത്രമേ ഉള്ളൂ. അപ്പൊ 2 എന്നെഴുതാം. അവസാനമായി മഞ്ഞ നിറത്തിലുള്ള ഈ പൂവാണ്. മുക്കുറ്റി പൂവായിരിക്കും അല്ലേ? 1, 2, 3. അത് 3 എണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് 3 എന്നെഴുതാം. ഇനി നമുക്ക് ഈ പൂവുകളെ കുറിച്ചൊരു ചെറിയ പാട്ട് അവിടെ തന്നിട്ടുണ്ട്, പാടി രസിക്കാം.
ചന്തത്തിൽ ചോപ്പുള്ള ചെമ്പരത്തി 1. ചന്തത്തിൽ ചോപ്പുള്ള ചെമ്പരത്തി 1. ഓറഞ്ചിൻ നിറമുള്ള ചെണ്ടുമല്ലി 2. ചെണ്ടുമല്ലി എത്രയുണ്ട്? ഓറഞ്ചിൻ നിറമുള്ള ചെണ്ടുമല്ലി 2. മഞ്ഞ നിറം ചൂടി വരും മുക്കുറ്റിപ്പൂ 3. മഞ്ഞ നിറം ചൂടി വരും മുക്കുറ്റിപ്പൂ 3. അഴകുള്ള കരിനീല ശംഖുപുഷ്പം 4. അഴകുള്ള കരിനീല ശംഖുപുഷ്പം 4. വെള്ളത്തിൽ പൊങ്ങി നിൽക്കും വെള്ളാമ്പൽ 5. വെള്ളത്തിൽ പൊങ്ങി നിൽക്കും വെള്ളാമ്പൽ 5. അപ്പോൾ ചെമ്പരത്തി 1, ചെണ്ടുമല്ലി 2, മുക്കുറ്റിപ്പൂ 3, ശംഖുപുഷ്പം 4, ആമ്പൽ 5. നോക്കിക്കേ, 1, 2, 3, 4, 5. എങ്ങനെ എഴുതാം ഈ സംഖ്യകൾ? ആദ്യം 1 എഴുതി നോക്കാം. 1, അടുത്തത് 2, അടുത്തത് 3, അടുത്തത് 4, അടുത്തത് 5. അപ്പോ പൂന്തോട്ടത്തിലും തിത്തിരിയുടെ അമ്മയെ കണ്ടെത്താനായിട്ടില്ല അവർക്ക്, അല്ലേ? കളിക്കൂട്ടുകാർ റയാനും ആവണിയും വരുന്നുണ്ട്. തിത്തിരിയെ കാണിച്ചു കൊടുക്കാം. അപ്പൊ ഇമ്മയുടെയും അമലിന്റെയും കൂട്ടുകാരാണ് ആരൊക്കെ? റയാനും ആവണിയും. അവര് തിത്തിരിയെ കാണാനായിട്ട് വരുന്നുണ്ട്, അല്ലേ? തിത്തിരി കിളിയെ കാണാൻ റയാനും ആവണിയും എത്തി. എനിക്ക് കാണാനാവില്ലല്ലോ, തൊട്ടു നോക്കട്ടെ. അപ്പോ ആർക്കാണ്? ഒരാൾക്ക് കണ്ണ് കാണുന്നില്ല, അല്ലേ? കണ്ണ് കാണാത്ത കൂട്ടുകാരനാണ് അപ്പോ റയാൻ കേട്ടോ. അപ്പൊ റയാൻ എന്ത് പറഞ്ഞു? എനിക്ക് തിത്തിരിയെ കാണാനാവില്ലല്ലോ, ഞാൻ തൊട്ടു നോക്കട്ടെ. കണ്ണ് കാണാത്തവര് തൊട്ടു നോക്കിയല്ലേ മനസ്സിലാക്കാറ്. തൊട്ടു നോക്കി, അതുപോലെ ഗന്ധം തിരിച്ചറിഞ്ഞ്, അതുപോലെ ശബ്ദം കേട്ട്, അങ്ങനെയൊക്കെയാണ് അവര് മനസ്സിലാക്കാറ്. തിരിയെ തൊട്ടു നോക്കിയിട്ട് റയാൻ എന്തു പറഞ്ഞു? അവൻ തിത്തിരിയെ തൊട്ടു നോക്കി. എന്നിട്ടോ നല്ല മിനുസം. റയാൻ പറഞ്ഞു, എന്ത്? നല്ല മിനുസം, അല്ലെ? മിനുസം നിങ്ങൾക്കറിയാലോ മക്കളെ. തൊടുമ്പോ നല്ല സുഖമായിരിക്കും, അല്ലേ? ഒരു പരുപരുപ്പോ ഒന്നുമില്ലാതെ നല്ല സുഖമായിട്ട് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന, തൊടാൻ പറ്റുന്നതാണ് എന്ത്? അങ്ങനെയുള്ള പ്രതലത്തിനാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വസ്തുക്കളെ നമ്മൾ മിനുസമുള്ളത് എന്നാണ് പറയാറ്, അല്ലേ? അപ്പൊ തിത്തിരിയെ തൊട്ട് നോക്കിയപ്പോ പറഞ്ഞു നല്ല മിനുസം. കൂട്ടുകാരൊക്കെ വന്നതുകൊണ്ട് തന്നെ ഇമ്മയും അമലും എന്ത് ചെയ്തു? അവർക്ക് ഒരുമിച്ച് കളിക്കാൻ വേണ്ടിയിട്ട് കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ടുവന്നു. അമൽ കളിപ്പാട്ടങ്ങൾ കൊണ്ടുവന്നു, ഒരേപോലെയുള്ളവ കൂട്ടങ്ങളാക്കി. നോക്കിക്കേ, അവരിനി ഇവിടെ കളിപ്പാട്ടങ്ങൾ ചിന്നിച്ചിതറിയാണ് കിടക്കുന്നത്. അവര് ഒരുപോലെയുള്ള കളിപ്പാട്ടങ്ങളെയൊക്കെ കൂട്ടങ്ങളാക്കി മാറ്റി. ഒരേ എണ്ണമുള്ള കളിപ്പാട്ടങ്ങൾ ഏതൊക്കെ എന്ന് നമ്മൾ എണ്ണി നോക്കി എഴുതാനായിട്ട് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എണ്ണി നോക്കാം മക്കളെ. ആദ്യത്തേത് പമ്പരമാണ്. പമ്പരം എത്ര എണ്ണം ഉണ്ട് മക്കളെ? ദാ ഈ പാവക്കുട്ടിയുടെ അടുത്തുള്ള 2 എണ്ണമാണ്, അല്ലേ? അപ്പൊ പമ്പരം 2 ആണ്. ഇനി കളിവണ്ടി. കളിവണ്ടി എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കൂ. 1, 2, അതും 2 ആണ്. ചെണ്ട ആകെ 1. ഈ 1 മാത്രമേ ഉള്ളൂ ചെണ്ട, അപ്പൊ 1. അടുത്തത് വിസിൽ. വിസിൽ എത്ര എണ്ണം ഉണ്ട് മക്കളെ? അമലിന്റെ അടുത്ത് നോക്കിക്കേ, 1, 2. പിന്നെ നമ്മുടെ റയ്യാന്റെ അടുത്ത് 1, 2, 3. അപ്പൊ 1, 2, 3, 4, 5. ആകെ 5 വിസിലുണ്ട്. ഇനി ബാറ്റ്. ഇവിടെ ഒരു ക്രിക്കറ്റ് ബാറ്റ് ഉണ്ട്, അതുപോലെ ഒരു ടെന്നീസ് ബാറ്റ് ഉണ്ട്, ഒരു ഷട്ടിൽ ബാറ്റ് ഉണ്ട്, അല്ലേ? 1, 2, 2 ബാറ്റുകളുണ്ട്. റോബോട്ട് എത്ര എണ്ണം ഉണ്ട്? 1, 2, 2 റോബോട്ടുകളുണ്ട്. പന്ത് 1, 2, 3 പന്തുകളും ഉണ്ട്. ഇനി എണ്ണാനുള്ളത് ഏത് കളിപ്പാട്ടമാണ്? ഇനി നമുക്ക് അവിടെ പാവകളെ കാണാം, അല്ലേ? പാവകളെ കാണാം. അപ്പൊ പാവ എന്ന് എഴുതാം. എത്ര എണ്ണമുണ്ട്? പാവ എണ്ണി നോക്കുമ്പോൾ നമുക്ക് 4 പാവകൾ ഉണ്ടെന്ന് കാണാനായിട്ട് പറ്റും. എല്ലാവരും ഒരേ എണ്ണമാണോ എഴുതിയത്? അത് നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരുടേത് കൂടെ ഉത്തരം നോക്കിയിട്ട് ഒരേ എണ്ണമാണെങ്കിൽ അതേ എന്നും, ഒരേ എണ്ണമല്ല എഴുതിയതെങ്കിൽ അല്ല എന്നും എഴുതി കൊടുക്കാം. തൊട്ടു നോക്കി എഴുതാം. ഇവിടെ റയാൻ ചോദിക്കുന്നുണ്ട്, 1 എന്ന് എങ്ങനെ എഴുതും? റയാന് കണ്ണ് കണ്ടൂടാ, അല്ലേ? അപ്പോ എങ്ങനെ എഴുതുന്നത് എന്ന് അറിയാൻ പാടില്ല. അപ്പൊ നമ്മുടെ ഇമ്മ പറയുന്നു, അതിനൊരു പാട്ടുണ്ട്. അപ്പൊ 1നെ കുറിച്ചുള്ള ഒരു പാട്ട് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. കുഞ്ഞുണ്ണി മാഷ് എഴുതിയ പാട്ടാണ് കേട്ടോ. നോക്കിക്കേ, 1 എന്നെങ്ങനെ എഴുതാം, 1 എന്നിങ്ങനെ എഴുതാം. വളവും വേണ്ട, തിരിവും വേണ്ട, ചരിവും വേണ്ട, കുനിവും വേണ്ട, കുത്തനെ ഒരു വര, കുറിയ വര, ഒന്നായി നന്നായി, ഒന്നായി നിന്നാൽ നന്നായി. അപ്പൊ എന്താ മക്കളെ, 1 എന്ന് എഴുതാൻ വളരെ എളുപ്പമല്ലേ? നേരെ ഒരു വര വരച്ചാൽ മതിയല്ലേ? ഇനി 2 എന്ന് എഴുതാൻ ഈ ചിത്രത്തിലൂടെ വിരലോടിച്ചാൽ മതി. അപ്പം മണൽക്കടലാസിലൂടെ മണൽക്കടലാസിൽ 2 എന്ന് എഴുതിയിട്ടുണ്ട് നമ്മുടെ ഇമ.
എന്നിട്ട് റയാന് കാണിച്ചു കൊടുക്കുകയാണ്, ഇതിലൂടെ വിരലോടിച്ചാൽ മതി. അപ്പൊ റയാൻ മണൽക്കടലാസിലൂടെ വിരലോടിച്ചു നോക്കി. ഇമേ ഇപ്പോൾ മനസ്സിലായി. റയാൻ അങ്ങനെ വിരലോടിച്ചപ്പോൾ മനസ്സിലായി എന്ത്? 2 എന്ന് എങ്ങനെയാണ് എഴുതുക എന്ന്. എങ്ങനെയാ എഴുതുക? മുകളിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി ഒരു ഒടി വിട്ടുകൊടുത്ത്, ഒരു കുഞ്ഞു വിട്ടുകൊടുത്ത് നേരെ അങ്ങോട്ട് വരയ്ക്കുക അല്ലേ? 2 എന്ന് എഴുതാം. അവരിങ്ങനെ ഓരോ കളികളും അതുപോലെ എഴുതാനും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് പുറത്തു നിന്നൊരു കിളിയുടെ കരച്ചിൽ കേട്ടത്. അപ്പോഴാണ് പുറത്തു നിന്ന് ഒരു കിളിയുടെ കരച്ചിൽ കേട്ടത്. അവർ മുറ്റത്ത് ചെന്ന് നോക്കി. അപ്പൊ ആരാണ്? ആ കിളി മോളെ എന്ന് വിളിക്കുന്നുണ്ട്. മോളെ എന്ന് വിളിക്കുകയാണെങ്കിൽ അത് തിത്തിരിക്കിളിയുടെ ആരായിരിക്കും? അമ്മയായിരിക്കും അല്ലേ? ആമല് പറയുന്നു, ഇതാ നിന്റെ അമ്മ. അപ്പോ തിത്തിരിക്കിളിയുടെ അമ്മയാണ് പുറത്തു വന്നിരിക്കുന്നത്. തിത്തിരിക്കിളി മനസ്സില്ലാ മനസ്സോടെ അമ്മയോടൊപ്പം പോയി. ഞാൻ നാളെ വരാട്ടോ, ടാറ്റാ. ഇനി നമുക്ക് താഴെ ചെയ്യാനൊരു വർക്ക് തന്നിട്ടുണ്ട്. ഓരോ പൂവിലെയും സംഖ്യകൾ നോക്കൂ, അത്രയും എണ്ണം ഇലകൾ വരയ്ക്കൂ. ആദ്യത്തേത് നമുക്ക് അവിടെ ഒരെണ്ണം തന്നിട്ടുണ്ട്. ആദ്യത്തെ പൂവിൽ 2 എന്നാണ് എഴുതിയിട്ടുള്ളത് അല്ലേ? അപ്പൊ നമുക്ക് അവിടെ 2 ഇലകൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പൂവിൽ നോക്കൂ, ആദ്യത്തെ പൂവില് 5 എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ നമുക്കതിന് 5 ഇലകൾ വരച്ചു കൊടുക്കാം. 1, 2, 3, 4, 5 ഇലകൾ വരച്ചു കൊടുക്കാം. അടുത്തത് 4 എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ നമുക്കതില് 4 ഇലകൾ വരച്ചു കൊടുക്കാം. 1, 2, 3, 4. ഇനി 3 എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ നമുക്കതില് 3 ഇലകൾ വരച്ചു കൊടുക്കാം. 1, 2, 3. ഇനി ഒരു വർക്ക് നോക്കൂ. ഒരേ എണ്ണമുള്ള കൂട്ടങ്ങൾ ഏതെല്ലാം ചേർത്ത് വരയ്ക്കൂ. നമുക്കിവിടെ കൊക്കുകളുടെ 3 കൂട്ടങ്ങൾ തന്നിട്ടുണ്ട്. ഓരോ കൂട്ടത്തിലും എത്ര എണ്ണം കൊക്കുകൾ വീതം ഉണ്ടെന്ന് നോക്കാം. എന്നിട്ട് ഒരേ സംഖ്യയുള്ള കൂട്ടങ്ങൾ ഏതൊക്കെയാണോ അതിനെ ചേർത്ത് വരയ്ക്കാം. ആദ്യത്തെ കൂട്ടത്തിൽ നോക്കൂ, 1, 2, 3, 4 കൊക്കുകളാണ് ഉള്ളത്. രണ്ടാമത്തേതിലോ 1, 2, 3, 4, 5 കൊക്കുകളുണ്ട്. മൂന്നാമത്തെ കൂട്ടത്തിൽ 1, 2, 3, 4 കൊക്കുകളാണ് ഉള്ളത്. അപ്പോ ഒന്നാമത്തെയും മൂന്നാമത്തെയും കൂട്ടത്തിൽ 4 കൊക്കുകൾ വീതമാണ് ഉള്ളത്. അത് രണ്ടും ചേർത്ത് വരയ്ക്കാം. നിറം കൊടുക്കാം. എണ്ണം നോക്കി കളത്തിലെ അതേ നിറം കൊടുക്കണേ. അപ്പോ നമുക്കിവിടെ കളങ്ങളിൽ ആദ്യത്തേത് 1 എഴുതിയിട്ടുള്ളത്. 1 വയലറ്റ് നിറമാണ്. അതായത് ഒരു കിളി മാത്രം ഉണ്ടെങ്കിൽ വയലറ്റ് നിറം കൊടുക്കാം. പിന്നെ 2 കിളികളുള്ള കൂട്ടമാണെങ്കിൽ അതില് പച്ച നിറം കൊടുക്കാം. 3 കിളികളുടെ കൂട്ടമാണെങ്കിൽ ചുവപ്പ് നിറം കൊടുക്കുക. 4 കിളികളുടെ കൂട്ടമാണെങ്കിൽ നീല നിറം നൽകുക. 5 കിളികളുടെ കൂട്ടമാണെങ്കിൽ ഇതുപോലെ ഈ ലൈറ്റ് ബ്ലൂ, ഇളം നീല നിറം നൽകുക. അപ്പോ ആദ്യത്തെ കിളികൾ നോക്കൂ, ഈ കൂട്ടത്തിൽ എത്ര കിളികൾ ഉണ്ടെന്ന് എണ്ണി നോക്കൂ. 1, 2, 3, 4, 5 കിളികളാണ് ഉള്ളത്. 5 ആണെങ്കിൽ ഏതാണ് നിറം നൽകേണ്ടത്? ഇളം നീലയാണല്ലേ? അപ്പോ ആ കിളികൾക്ക് ഇളം നീല നിറം നൽകാം. രണ്ടാമത്തെ കൂട്ടത്തിലോ 1, 2 കിളികളാണുള്ളത്. അപ്പോൾ അതില് പച്ച നിറമാണ് നൽകേണ്ടത്. മൂന്നാമത്തെ കൂട്ടത്തിൽ ഒരു കിളിയുള്ളൂ. ആ കിളിക്ക് നമുക്ക് വയലറ്റ് നിറം നൽകാം. നാലാമത്തെ കൂട്ടത്തിൽ 1, 2, 3 കിളികളുണ്ട്. 3 ചുവപ്പ് നിറമാണല്ലേ? അപ്പോൾ ചുവപ്പ് നിറം നൽകാം. അവസാനത്തേതിൽ 1, 2, 3, 4 കിളികളാണുള്ളത്. അതിന് 4 എന്നെഴുതിയതിന് നീല നിറമാണ്. നീല നിറം നൽകാം. അതിന് താഴെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ഏത് നിറമുള്ളതാണ് കൂടുതൽ? ഏതാണ്? ഇളം നീല നിറമുള്ള കിളികളാണല്ലേ? അല്ലെങ്കിൽ ആകാശ നീല നിറത്തിലുള്ള കിളികളാണ്. എത്ര എണ്ണമാണ്? 5 എണ്ണമാണ് ഉള്ളത്. വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യയിലേക്ക് എഴുതൂ. അപ്പൊ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യയിലേക്ക് എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? 1, 2, 3, 4, 5 അല്ലേ? ഇനി ഇതിനെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എങ്ങനെ എഴുതാം? ഏറ്റവും വലിയ സംഖ്യ ഈ കൂട്ടത്തിൽ 5 ആണ്. അപ്പോൾ 5, പിന്നെ 4, പിന്നെ 3, പിന്നെ 2, പിന്നെ 1. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് തിത്തിരിക്കിളിയും കൂട്ടുകാരും എന്നുള്ള ഈ 1ാമത്തെ പാഠത്തിൽ പഠിക്കാനായിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ പഠിച്ചു തീർക്കാവുന്ന പാഠമാണ്. പാഠഭാഗവും ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. 1ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസുമായി നമുക്ക് വൈകാതെ കാണാം. അതുവരേക്കും ബൈ.